കൽപ്പറ്റ ടൗൺ ആണ്. കൽപ്പറ്റ ടൗൺ. ഒരു സെക്കൻഡ്, ഒരു വീഡിയോ എടുക്കട്ടെ. ഒരു പയ്യനുണ്ട്, ഒന്ന് അവന് ചെറിയൊരു മറുപടി കൊടുക്കട്ടെ. അപ്പം പിന്നെ ഞാൻ ആദ്യം എനിക്ക് സമയം കിട്ടില്ല, വരുന്ന വഴിക്കായിരുന്നു, അതുകൊണ്ടാണ്. അപ്പം നമ്മളെന്തായിരുന്നു പറഞ്ഞു നിർത്തിയത്? അല്ല, നീയാണല്ലോ പറഞ്ഞു നിർത്തിയത് അല്ലേ? പിന്നെ എന്താ, എന്നെ ഉടലോട് കൂടിയോ അണ്ട് എടുത്ത് അങ്ങോട്ട് മാറ്റും എന്നൊക്കെ പറയുന്നത് കേട്ടായിരുന്നു. നീ അവിടെ തന്നെ ഇരിക്കും. എനിക്ക് ഉടലോട് എടുത്താൽ നിന്നെ കളയുന്ന ഒരു സാധനം ഞാൻ ചെയ്തു തരാം. ആ ട്രോഫി ഞാൻ തരുന്നുണ്ട്, നീ എവിടെ ഇരി. അതെന്നാണ് മാറ്റുന്നേ? ഇന്നാണോ? പൊന്നു മോനെ, നീ കളിക്കല്ലേ, അതിനുള്ള ആളായിട്ടില്ല. ഈ മനസ്സിലായില്ലോ, റൂമിന്റെ ഉള്ളിൽ കയറിയിരുന്ന് തൊപ്പി ഇട്ടിട്ട് ഈ നാട്ടുകാരെ മുഴുവൻ, അല്ലെങ്കിൽ ഈ ഇവിടുത്തെ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെ മുഴുവൻ ഇങ്ങനെ വെല്ലുവിളിക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. പുറത്തോട്ടിറങ്ങണം ഇയാള്, പുറത്തോട്ടിറങ്ങി എന്തൊക്കെയാണ് അവസ്ഥ, ആരോടൊക്കെയാണ് ഈ വെല്ലുവിളിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടുകൾ താങ്കൾക്ക് മനസ്സിലാവുക. വളരെ മാന്യമായിട്ടുള്ള ഞാൻ വാർത്ത പറയുന്നത് അല്ലേ. പിന്നെ വേറെ എന്തായിരുന്നു ഒരു കാര്യം പറഞ്ഞത് ഞാൻ? നീ പറഞ്ഞ കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മറന്നു പോവുക. നീ പറഞ്ഞതിന് മറുപടി അവിടെ നിൽക്കട്ടെ. വേറെ കാര്യം എന്താ വെച്ചാൽ, ഈ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഒരുപാട് മലയാളം യൂട്യൂബ് ക്രിയേറ്റേഴ്സ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ കുറേ ആളുകളെ നീ വല്ലാതെ ഉപദ്രവിച്ചിരിക്കണു. അതായത് നീ സ്ട്രൈക്ക് കൊടുത്ത് പലരെയും പീഡിപ്പിച്ചിരിക്കണു. അതല്ലാതെ സ്ട്രൈക്ക് അല്ലാതെ നീ പല രീതിയിലും ഉള്ള പീഡനങ്ങൾ കാണിച്ചിരിക്കണു. പിന്നെ അതും കൂടാതെ നീ ഇതുപോലത്തെ വോയിസ് റെക്കോർഡ് പുറത്തു വിടുമെന്ന് പറഞ്ഞ് കുറെ പേരെ ഒതുക്കി വെച്ചിരിക്കണു. ഇങ്ങനെയുള്ള ഒരുപാട് ആളുകൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടോ. മലയാളം യൂട്യൂബ് ഇൻഡസ്ട്രി ഈ പേട്ടുചേർക്കനെ പേടിച്ചിട്ട് ഇത്രയും നാള് ജീവിക്കുമായിരുന്നു എന്ന്. എല്ലാവരും കൂടി നിനക്കിട്ട് അടിക്കാൻ പോവുകയാണ്. വരും ദിവസങ്ങളിൽ ചറ നിനക്ക് അടി വരാൻ പോകുന്നത്. അതുകൊണ്ട് നീ കരുതിയിരുന്നു. വെല്ലുവിളിക്കുമ്പോഴൊക്കെ നോക്കിയും കണ്ടും വെല്ലുവിളിക്കണം. നമ്മുടെ വെല്ലുവിളികൾ ആള് മാറി വിളിക്കപ്പെടുമ്പോൾ ഇതുപോലെയൊക്കെ സംഭവിക്കും. ഇനി അങ്ങോട്ട് സംഭവിക്കാൻ പോണ പോലെ സംഭവിക്കും. കേട്ടല്ലോ? നീയും കുറെ നേരം കൊണ്ട് തന്നെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ മോനെ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ല. നീ ഒരേ ഒരു കാര്യം ചെയ്താൽ മതി. നീ ജാസ്മിനെ കുറിച്ചുള്ള വീഡിയോ, ഈ പറയുന്ന ഡീഗ്രേഡിങ് വീഡിയോ നിർത്തുക. 1. 2, ഈ യൂട്യൂബ് ക്രിയേറ്റേഴ്സ് ഉണ്ടല്ലോ, നീ സ്ട്രൈക്ക് കൊടുത്തും പിന്നെ വോയിസ് എൻ്റെ കയ്യിലുണ്ട്, നിങ്ങൾ അനങ്ങരുതെന്ന് പറഞ്ഞ് പീഡിപ്പിച്ച് വെച്ചേക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ ആ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി അവരെയും ഫ്രീ ആക്കി വിട്ട. ഞാനും നിർത്താം. അല്ലാത്തടത്തോളം കാലം സാൻഡ് റൂട്ട്സ്, സാൻഡ് റിയാക്ട്സ്, സന്ദീപ് തോമസ് നിർത്തില്ല. ഓക്കെ? പിന്നെ നീ ലൊക്കേഷന്റെ കാര്യം പറഞ്ഞത്, നിന്റെ ലൊക്കേഷൻ ഇതുവരെ കിട്ടിയില്ല. നീ ഇപ്പോൾ എന്നെ വിളിച്ചല്ലോ, ആ നമ്പർ അറിയാലോ. അപ്പോൾ നിനക്ക് എന്നെ, നീ നിന്റെ വീഡിയോ പറഞ്ഞു നിന്റെ നമ്പർ തപ്പിയെടുത്ത് വിളിക്ക്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് വിടുന്നു. ഞാൻ ആരെയും വിളിച്ചോ മെസ്സേജ് വിട്ടോ ചെയ്തില്ല. നീ എന്റെ നമ്പർ തപ്പിയെടുക്കാൻ അല്ല ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാലും മതി, എനിക്ക് ലൊക്കേഷൻ ഇട്ട് തരാം. ഓക്കെ? നീയാണ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറെ നേരം കൊണ്ട്. എനിക്ക് നിന്നോട് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പം എടുക്കുന്നില്ല. എനിക്ക് സമയം കിട്ടുമ്പോൾ എടുക്കാം. ഓക്കെ? അപ്പോൾ എന്തായാലും ആ നമ്പറിൽ വാട്സപ്പും ഉണ്ട്, അതിലേക്ക് ലൊക്കേഷൻ അയച്ചിട്ടേ ഞാൻ വരാം. എപ്പോഴെങ്കിലും വരാം. അതിൽ വരുമ്പോൾ അല്ലെങ്കിൽ നിന്നെ നോക്കി നിൽക്കുന്ന വേറെയും കുറെ ആളുകളുണ്ട്, അവർക്കും കൊടുത്തേക്കാം. സന്തോഷമായിക്കോട്ടെ, സന്തോഷകരമായ ജീവിതമായിക്കോട്ടെ എടുക്കാം നിനക്ക് അങ്ങോട്ടേക്ക്. കേട്ടോ? പിന്നെ മുടീൻ്റെ എന്താ പറയുക, എണ്ണ തേച്ച് മുടി അല്ലേ ഒതുക്കി വെച്ചേക്കാന്നല്ലേ. നീ തൊപ്പി ഒന്ന് ഊരണേ, ഒന്ന് കാണട്ടെ. പിന്നെ എൻ്റെ മുടി ഇങ്ങനെയൊക്കെ പറപ്പിക്കുകയൊക്കെ ചെയ്യാം. മുടി ഇങ്ങനെ എണ്ണയല്ലാതെ പറപ്പിക്കുകയൊക്കെ ചെയ്യാം. ശരിയാ? അങ്ങനെ നടക്കുന്നൊരുത്തൻ ഞാൻ പറഞ്ഞൊരു എണ്ണയും തേച്ച് മുടിയും പറ്റി ചീപ്പി കിടക്കുന്ന ഒരു പൊട്ടായി.